പ്രിയപ്പെട്ടവരെ, നമ്മുടെ തന്നെ ബലഹീനതകളുടെ മേൽ വിജയം നേടുന്നതിനായി നമ്മൾ നടത്തുന്ന ആത്മീയ പരിശ്രമങ്ങളുടെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ബലഹീനതകളുടെ മേൽ വിജയം നേടുക. ഈ 19ാമത്തെ ദിവസം സഹനത്തിൽ മനസ്സിടിയുന്ന ദൗർബല്യം എന്ന വിഷയത്തെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, മനസ്സിടിഞ്ഞ ഒത്തിരി പേരുണ്ട്. പറ്റുന്നില്ല, ഒട്ടും സന്തോഷമില്ല, എല്ലാം പ്രതികൂലതയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, കലഹത്തിൻ്റെ അവസ്ഥ, തീരെ പറ്റുന്നില്ല. അങ്ങനെ പല മനുഷ്യരും ഇങ്ങനെ മനസ്സിടിഞ്ഞ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3:19. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കുണ്ടാകുന്ന ഈ കൈപ്പേറിയ അനുഭവങ്ങളുടെ ഓർമ്മ ഒരു വിഷം പോലെ നമ്മളിങ്ങനെ തളർത്തിക്കളയുക. 2 കാരണങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ദൈവം നമ്മളെ രൂപപ്പെടുത്തുന്ന ദൈവമാണ്. സഹനത്തിൻ്റെ ചൂളയിലാണ് സ്വർണം സ്ഫുടം ചെയ്യപ്പെടുക. സഹനത്തിൻ്റെ ചൂളയിലൂടെയാണ് വിശുദ്ധീകരണം വരിക. അഗ്നിശോധന, അഗ്നിശുദ്ധി എന്നൊക്കെ പറയും. നമ്മൾക്ക് സഹനമില്ല എങ്കിൽ നമ്മുടെ ആത്മാവ് പരിവപ്പെടുകയില്ല എന്നുള്ളതാണ്. നമ്മൾ ചില വേദനകളിലൂടെ കടന്നു പോകുമ്പോഴല്ലേ മറ്റുള്ളവരുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പലരുടെയും വേദന കേൾക്കുമ്പോൾ ഞാൻ അതിലൂടെ കടന്നു പോകാത്തത് കൊണ്ട് ഞാൻ അവരോട് പറയാറുണ്ട്, എനിക്ക് സങ്കല്പിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ 7 വ്യാകുലങ്ങളെന്ന് നമ്മൾ പറയുമ്പോൾ സഭ നമുക്കായി നിജപ്പെടുത്തി തന്നിട്ടുള്ള വിചിന്തനങ്ങളാണതെന്ന് ഓർക്കണം. 7 വാളല്ല അമ്മയുടെ വിമല ഹൃദയത്തെ നുറുക്കിയത്. അത് എത്രത്തോളം വരുമെന്ന് വർണ്ണനാതീതമാണ്. കുരിശിൻ്റെ വഴികളിൽ 1 or 2 തവണ മാത്രമാണോ അമ്മയുടെ ഹൃദയം മുറിഞ്ഞത്? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വ്യാകുല ഹൃദയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പിശാച് ഏറെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. പിശാചുക്കള് അമ്മയുടെ വ്യാകുല ഹൃദയത്തിന് മുമ്പിൽ ഭയന്നോടുന്നത് ഒരു സത്യമാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു ചേരുന്ന സഹനങ്ങളോട്, അന്യായമായി നമ്മൾക്ക് വന്നു ചേരുന്ന നിന്ദാപമാനങ്ങളോട് നമ്മൾ പുലർത്തേണ്ടുന്ന ഒരു സ്ഥൈര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമചിത്തത. സഹനങ്ങളെ പരാതി കൂടാതെ സഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിൻ്റെ വഴിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, സഹനങ്ങളെ സമചിത്തതയോടെ സഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ സമചിത്തത എപ്പോഴും നമ്മുടെ മനസ്സിന് ഒരു സമമായ അവസ്ഥ ഉണ്ടാകണം. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഭയങ്കരമായ കാറ്റും കോളും, വലിയ ബഹളവും, ഭയങ്കര മനസ്സിടിവും, നിലവിളിയും, സങ്കടവും, പിന്നെ ഒരു വലിയ കുഴിയിലേക്കുള്ളൊരു പോക്കും. നമ്മൾ ഇന്നലെ വിചിന്തന വിഷയമാക്കിയത് നിലപാടിനെ കുറിച്ചാണ്. നമ്മൾ ഒറ്റപ്പെടും, നമ്മുടെ കൂടെ ആൾക്കാരുണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരുപാട് പ്രതികരണങ്ങളുണ്ടാകും. നമ്മളുടെ മേൽ വരുന്ന അപമാനങ്ങളോട് ഒരുപാട് പ്രതികരണം പുലർത്തേണ്ട എന്ന് അച്ഛൻ പറയും. കാരണം അത് നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. എന്നാലോ ഒരു സാമൂഹിക പ്രശ്നം, അല്ലെങ്കിൽ അവിടെ ഒരു മോറൽ ഇഷ്യൂ, ഒരു ധാർമ്മികമായ ഒരു വിഷയം, നാളെ മറ്റുള്ളവരെ ബാധിക്കുന്ന ഒരു വിഷയം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ അതിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതെന്ന് പറയണം. എനിക്ക് വ്യക്തിപരമായി വന്നു ചേരുന്ന നിന്ദാപമാനങ്ങൾ
എൻ്റെ വിശുദ്ധീകരണത്തിനായി സ്വർഗം തന്നിട്ടുള്ള സഹന നിമിഷങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. പലപ്പോഴും നമ്മൾ മാനുഷികമായ നമ്മളുടെ ബുദ്ധിയിലും ശക്തിയിലും അത് എളുപ്പമാകണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിചിന്തന വിഷയം ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. അതിൽ ഈശോ ശിശുക്കളെ ആശീർവദിക്കുന്നതാണ് ആദ്യ ഭാഗത്ത് നമ്മൾ കാണുക. ശിശുക്കളെ അവൻ്റെ അടുത്ത് അവൻ കൊണ്ടുവന്നു. അവൻ്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. എന്നാൽ യേശു അവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു നിർത്തി പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവർക്കാണ്. എന്താ ശിശുക്കളുടെ പ്രത്യേകത? മനസ്സിടിഞ്ഞ ശിശുക്കളെ നമ്മൾ കാണാറുണ്ടോ? ഹൃദയം ഇങ്ങനെ തകർന്നു പോയി, അതായത് അവർക്കിപ്പോൾ നിങ്ങൾ കളിപ്പാട്ടം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവർ ഇന്ന് കരഞ്ഞ് നിലവിളിക്കും എന്ന് കരുതി കാലാകാലം വിഷമിച്ചിരിക്കുന്ന നമ്മൾ കാണില്ല. കാരണം പിള്ളേരുടെ മനസ്സിനെ ഇടിക്കുക എന്നുള്ളത് എളുപ്പമല്ല. അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള അതുപോലത്തെ ഒരു സാഹചര്യത്തിനുള്ളിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുത്തണം. അത് എക്സെപ്ഷണൽ കേസാണ്. എന്നാലോ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെച്ച് അത് പെരുപ്പിച്ച് ചിന്തിച്ച് മനസ്സിനെ ഇങ്ങനെ ഭാരപ്പെടുത്തുന്ന ഒരു രീതി കുഞ്ഞു കുട്ടികൾക്കില്ല. ഒരു തിരിച്ചറിവിൻ്റെ പ്രായത്തിലേക്കൊക്കെ വരുന്ന കുട്ടികളെയല്ല, ചെറിയ കുട്ടികളെ ഉദ്ദേശിക്കുന്നത്. അവരൊരു സാധനം കിട്ടിയില്ലെങ്കിൽ ഒന്ന് കരഞ്ഞു നിലവിളിച്ചു. നമ്മൾ പിള്ളേരെ ദ്രോഹിക്കുകയും വഴക്കുറയുകയും ചെയ്യുന്നതിൻ്റെ കോൺഫിഡൻസ് എന്താ? അവര് ഒരടി കൊടുത്താലും ഒന്ന് പിണങ്ങിയാലും ശക്തമായി ശകാരിച്ചാലും തിരിച്ചു വരും. അവരെന്നേക്കുമായി പിണങ്ങി മനസ്സ് കയർന്നിരിക്കുകയല്ല. എന്നാൽ ഒരിത്തിരി അറിവുള്ള ഒരു വ്യക്തിയോട് ഒരു കാര്യം പറയണമെങ്കിൽ നമ്മൾ 10 വട്ടം ചിന്തിക്കും. കാരണം ഇത് ആ വ്യക്തി ഒരു പക്ഷെ തകർത്ത് കളയും. ഒരു തിരുത്തു കൊടുക്കാൻ നമ്മളിങ്ങനെ ആൾക്കാരെ തിരഞ്ഞെടുക്കണം. ആര് പറയും? പൂച്ചയ്ക്കാരും മണി കെട്ടും. ആരിതൊന്ന് അറിയിക്കും? അതിന് വലിയ സന്നാഹങ്ങൾ ഒരുക്കുക. ഒരു വലിയ പ്രശ്നം. കാരണം അത് നമ്മളോട് ഒരു കാര്യം പറയാൻ വേണ്ടി മറ്റുള്ളവർ ബന്ധപ്പെടുന്ന കാണുമ്പോൾ നമുക്കറിയാം അത് നമ്മളോട് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് അറിയത്തില്ല. ഇതുപോലെയാണ് പെട്ടെന്ന് ഒരുപക്ഷെ മനസ്സിടിയും, അല്ലെങ്കിൽ ശക്തമായി നമ്മുടെ അകത്തിൽ നമ്മൾ പ്രതികരിക്കും. നമ്മൾക്ക് ഒരു പ്രതികൂലത വരുമ്പോൾ, നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ അതിൽ എന്തോ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചതുപോലെ ഭയങ്കരമായി നമ്മൾ പ്രതികരിക്കരുതെന്ന് സ്വർഗം പറയുന്നു. ഈ സഹനങ്ങൾ അനുവദിക്കുന്നതിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പാപത്തിൻ്റെ ചായ്വിനെ തകർക്കാൻ. പാപത്തിനെതിരെയുള്ള സമരത്തിൽ നിന്ന് നിങ്ങൾ ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. ഹെബ്രായർ 12:4. പ്രിയപ്പെട്ടവരെ, പാപത്തിനെതിരെ ഒരു പോരാട്ടമുണ്ട്. പാപത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ പ്രാപിക്കണമെങ്കിൽ, നമ്മളൊരു ക്രിസ്തീയ പക്വതയിലേക്ക് വളരണമെങ്കിൽ നമ്മൾക്ക് ഈ സഹനം കൂടിയേ തീരുകയുള്ളൂ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 12:6 മുതൽ 9 വരെ സുന്ദരമായൊരു വചനമാണ്. എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികളാണ്. അതിനു മുമ്പ് മനോഹരമായ കർത്താവ് പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ദാസരെ, മക്കളെ ശിക്ഷിക്കുന്നു. കർത്താവ് ശിക്ഷണത്തിലൂടെ വളർത്തുന്നു, സഹനം നൽകുന്നു. അപ്പോൾ നമ്മൾ അതിലൂടെ പരുവപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ മക്കളല്ല. നമ്മുടെ മക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ അവകാശമാണ് അപ്പനാൽ ശിക്ഷിക്കപ്പെടുക, അപ്പനാൽ രൂപീകരിക്കപ്പെടുക എന്നുള്ളത്. അത് നമ്മളൊരു സന്തോഷത്തോടെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടണം. ഈശോയെ പോലെ ആയാൽ പോരാ, ഈശോയാകാൻ വേണ്ടിയാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 16:24. ഇവിടെ കുരിശ് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് നമ്മൾ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞ് നടക്കുന്നെങ്കിൽ അത് ക്രിസ്തീയ ജീവിതമല്ലേ അല്ല. നമ്മുടെ സഹനങ്ങളെ നമ്മൾ ചേർത്ത് വെക്കണം. ഈശോ കുരിശ് എടുത്തതുപോലെ മാനവരക്ഷയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള അടയാളമായി ഈ കുരിശ് മാറിയത് ഈശോ അത്രമാത്രം ഈശോയോട് ചേർത്ത് വെച്ചതുകൊണ്ടാണ്. പിശാച് സത്യത്തിൽ ഈ കുരിശിനെ, ഈ മരത്തടിയെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ഈശോയോട് ആ കുരിശിനെ ചേർത്ത് വെച്ചതുകൊണ്ട്, ഈശോയിൽ നിന്ന് ആ സഹനത്തെ മാറ്റിക്കളയാതെ ഈശോ ചേർത്ത് വെച്ചതുകൊണ്ട്
അത് നമ്മുടെ രക്ഷയുടെ അടയാളമായി. നമ്മൾ ഈശോ ചേർത്ത് വെച്ച കുരിശ് നമ്മൾ ചേർത്ത് വയ്ക്കുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സമർപ്പണത്തെ പൂർത്തിയാക്കുക? പരിശുദ്ധ അമ്മ ഈശോയുടെ കുരിശ് അമ്മയുടെ ഹൃദയത്തോട് അമ്മ ചേർത്ത് വെച്ചു. ഈശോ കടന്നുപോയ കുരിശിൻ്റെ വഴിയിലെ എല്ലാ വേദനകളിലൂടെയും അമ്മ കടന്നുപോയി. ഈശോ ചുമലിൽ വഹിച്ച കുരിശ് അമ്മയുടെ വ്യാകുല ഹൃദയത്തിൽ വഹിച്ചു. പ്രിയപ്പെട്ടവരെ, സുവിശേഷ വേലയ്ക്ക് നമ്മളെ ഒരുക്കുന്നതിന് വേണ്ടി ഈ സഹനം ആവശ്യമാണ്. യെശയ്യായുടെ പ്രവചനം 49:6 എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിങ്ങളെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. അതായത് ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേൽ അവശേഷിച്ചവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന പ്രവാചകന്മാരെല്ലാം ഈശോ തമ്പുരാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, അത്രയ്ക്ക് വലിയ സഹനമാണ്, ഞാൻ ബാലനാണ്, വിക്കനാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജെറമ്യ ഒക്കെ പറയുക സഹനദാസൻ എന്നറിയപ്പെടുക. ഞാൻ ജനിച്ച ദിവസം തന്നെ ശപിക്കപ്പെട്ടതാകട്ടെ. എത്രമാത്രം വലിയ ഒരു സഹനത്തിലൂടെയാ ഈ പ്രവാചകന്മാർ കടന്നു പോവുക. അദ്ദേഹത്തിൻ്റെ ജീവിതം ശരിക്കും ചിതറിക്കപ്പെട്ടു. സഹനദാസൻ ഈശോയെ പോലെ, ഈശോയുടെ ഒരു നിഴലാണ് ശരിക്കും. അത്രമാത്രം സഹനത്തിലൂടെ ഈശോയ്ക്ക് വേണ്ടി കടന്നുപോയി അവര്. കാരണം ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി, വചന പ്രഘോഷണത്തിന് വേണ്ടി, വചനത്തിന് സാക്ഷികളായി ജീവിക്കുന്നതിന് വേണ്ടി സ്വർഗം നമ്മളെ സഹനത്തിലൂടെ കടന്നുപോയി മെച്ചപ്പെട്ട ദാസരാക്കി തീർക്കുവാൻ സ്വർഗം ആഗ്രഹിക്കും. ദൈവത്തിൻ്റെ സ്വന്തമാകാൻ ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെ അല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തത്. യെശയ്യാ 45:10-11. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സഹനങ്ങൾ ഒരുപക്ഷെ പാപ പ്രലോഭനമായിരിക്കാം. ഒരു വലിയ സഹനം അത്. ഒരുപക്ഷെ മദ്യാസക്തിയിലൂടെ കടന്നുപോയവര്, പുകവലിയുടെ എന്തെങ്കിലും അഡിക്ഷനിലൂടെ കടന്നുപോയവര്, തെറ്റായ ബന്ധത്തിൻ്റെ സുഖം അനുഭവിച്ചു പോയവര്, മറ്റേതെങ്കിലും തരത്തിലുള്ള സുഖലോലുപതയിലൂടെയോ അല്ലെങ്കിൽ ഒരു തെറ്റായ സംസാര രീതിയിലൂടെ സ്വഭാവ വൈകല്യം, കോപിക്കുന്ന വ്യക്തിക്ക് കോപിക്കാതിരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വലിയ മുറിവാണ്. കാരണം എനിക്ക് പറയാനറിയാം, പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ പല സ്ഥലങ്ങളിൽ നമ്മൾ തലതാഴ്ത്തേണ്ടി വരും. നമ്മുടെ ഈ പാപത്തിൻ്റെ വീഴ്ചയോട് നമ്മൾ അതിൽ നിന്ന് പിന്മാറി നമ്മൾ നടത്തുന്ന പോരാട്ടം വലിയൊരു സഹനമാണ്. ഏറ്റവും അടുത്തുള്ള നമ്മുടെ വ്യക്തികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എതിർപ്പുകൾ, ഒരുപക്ഷെ കുടുംബത്തിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാവാം, ജീവിത പങ്കാളി ഒരുപക്ഷെ നിങ്ങളെ കുറ്റപ്പെടുത്താം, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നോ. ഒരുപക്ഷെ ഭർത്താവ് ഭാര്യയെ അപമാനിക്കുന്നുണ്ടാകാം. നിന്റെ പ്രാർത്ഥന എന്ത് കാര്യമുണ്ട്. മക്കള് അമ്മമാരെ, അപ്പനെ അമ്മയെ ഒക്കെ അപമാനിക്കുന്നുണ്ടാകാം. നിങ്ങൾ കുറേ നാളായല്ലോ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് നടക്കുന്നത്, എന്നിട്ട് ദൈവം എവിടെ, എന്താ കിട്ടിയത്, പ്രാർത്ഥന കൂടിപ്പോയിട്ടാം, അങ്ങനെയൊക്കെ പറഞ്ഞ് നിന്നാപമാനങ്ങളിലൂടെ നിങ്ങളെ കടത്തിവിടുന്ന മക്കളുണ്ടാകാം. ഇതെല്ലാം ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടിയാ. കുടുംബജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ, ദുർമാതൃകാപരമായ ജീവിതം നയിക്കുന്ന മക്കളുണ്ടാകാം, ഒരുപക്ഷെ ദുസ്വഭാവമുള്ള ജീവിത പങ്കാളി ഉണ്ടാകാം, ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷനിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ടാകാം. നമ്മളെ ചിലപ്പോൾ ഒരു സമർപ്പിത സഹോദരിയോ സഹോദരനോ ആണെങ്കിൽ നിങ്ങളായിരിക്കുന്ന ആ ആശ്രമത്തിൽ ഒരുപക്ഷെ നിങ്ങളെ ഒരു വേദനയിലൂടെ കടത്തിവിടുന്ന ഒരു സാഹചര്യം സ്വർഗം അനുവദിച്ചിട്ടുണ്ടാകാം. ഇതെല്ലാം നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിന് നമുക്ക് സഹായകരമാകും എന്നുള്ള ഒരു ബോധ്യം നമ്മൾ മനസ്സിലാക്കണം. വ്യാകുല മാതാവിൻ്റെ സഹന വഴികൾ നമ്മൾ വീരോചിതമായി പിന്തുടരണം. അമ്മ മാതാവിൻ്റെ വ്യാകുല ഹൃദയത്തിൻ്റെ വേദന നമ്മൾക്ക് മാതൃകയാവണം. മനുഷ്യരിൽ വെച്ച് ഏറ്റവും വലിയ സഹനത്തിലൂടെ കടന്നുപോയ ആളാണ് പരിശുദ്ധ മറിയം. ഒരു ഉത്ഭവ പാപം പോലും ഇല്ലായിരുന്നിട്ടും അമ്മ മാതാവ് സത്യത്തിൽ സ്വർഗത്തിൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നീങ്ങിയിട്ടും അമ്മ സഹിച്ചതുപോലെ സഹിച്ച മറ്റൊരു മനുഷ്യ സ്ത്രീ ഭൂമിയിലുണ്ടോ? സങ്കടം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ഓക്കെ. ഈശോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തവനാണോ? ആർക്ക് അവൻ്റെ മേൽ കുറ്റം ആരോപിക്കാൻ പറ്റും? എന്തൊരു നൈർമല്യതയുള്ള
മനുഷ്യനാണ്. ആ മനുഷ്യനെയാണ് ഇവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്നൊക്കെ ജനം വിളിച്ചു പറയുന്നത്. അമ്മയുടെ ആ ഒരു ഹൃദയത്തിൻ്റെ വേദന ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടാണോ? നന്മ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ? അമ്മയാണെങ്കിലും ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് അറിയാത്തതാണോ? എത്ര പേരുണ്ടായിരുന്നു അവിടെ നിന്ന് അതിനെ എതിർക്കാനായിട്ട്? ഈശോയുടെ ആ വിധിയിലേക്ക് കടന്നു പോകുമ്പോൾ കള്ള നാടകമല്ലേ അവിടെ വിജയിച്ചത്? ഈശോയ്ക്ക് പകരം ജനം പറയുകയാണ്, ഞങ്ങൾക്ക് ഈശോയെ വേണ്ട, ആ കള്ളനെ അവനെ വിടുവിപ്പിക്കുക. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ആ കള്ളനേക്കാളും പിടിച്ചുപറിക്കാരനേക്കാളും എത്രയോ വിലകെട്ടവനായി നമ്മുടെ ഈശോ അവിടെ ചിത്രീകരിക്കപ്പെടുക. തട്ടയിലെടുത്ത് വെച്ചേക്കുക. എന്നിട്ട് അധികാരി ചോദിക്കുക, ഈ ഒരു ആളെ വിട്ടുകൊടുക്കുന്ന പതിവുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഈ മനുഷ്യനെ വിട്ടുകൊടുക്കണമോ അതോ ഈശോയെ വിട്ടുകൊടുക്കണമോ? ഈശോയെ ക്രൂശിക്കാൻ വേണ്ടി ജനം ആക്രോശിക്കുക. അതാ അമ്മ കണ്ടുകൊണ്ട് നിൽക്കുന്നു. അവൻ ഓരോ അടികളും അമ്മ അതിന് സാക്ഷ്യം വഹിക്കുക. കുരിശിൻ്റെ വഴികളിൽ ഓരോന്നും അമ്മ നുറുങ്ങിയ ഹൃദയവുമായി കയറി ചെല്ലുക. ഇതൊക്കെ നിസ്സാരമാണെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? അമ്മ മാതാവിൻ്റെ വ്യാകുല ഹൃദയത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന ഈ സഹനത്തിൻ്റെ സാഹചര്യങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ എവപ്രാസ്യ അമ്മയുടെ ജീവിതത്തിൽ അമ്മയെ വല്ലാതെ നിന്ദിച്ചിരുന്ന ഒരു നോവിസ് ഉണ്ടായിരുന്നു. അവിടെ പഠിക്കാൻ വന്ന പെൺകുട്ടിയാണ്, സിസ്റ്ററാകാൻ വന്ന. എപ്പോഴും അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ എതിർപ്പ് കാണിച്ച് അമ്മയെ വല്ലാതെ വേദനിപ്പിക്കും. വിശുദ്ധമായ ജീവിതം നയിക്കുന്ന അമ്മയാണ്. അമ്മ പറയുന്നൊന്നും കേൾക്കത്തില്ല. അവസാനം അമ്മയ്ക്ക് വല്ലാത്ത സങ്കടമായി. അമ്മ മാതാവിനോട് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, പരിശുദ്ധ അമ്മ പറഞ്ഞു, നീ ആ കൊച്ചിൻ്റെ തലയിലേക്ക് നോക്കിക്കേ. അപ്പോൾ അഹങ്കാരത്തിൻ്റെ അരൂപിരിക്കുക, അത് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ യുപ്രാസ്യാമ്മ, നിങ്ങൾ ഒല്ലൂര് മഠത്തിൽ ചെല്ലുകയാണെങ്കിൽ ആ ചിത്രം അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങളത് കാണണം. യുപ്രാസ്യാമ്മ ഈ പെൺകുട്ടിയുടെ മുമ്പിൽ മുട്ടുകുത്തി അവളോട് ക്ഷമ പറഞ്ഞു. അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അഹങ്കാരം കാരണമാണ് മോളെ ഞാൻ സത്യത്തിൽ നിന്നോട് ഇങ്ങനെ പെരുമാറിയത്. നീ പറഞ്ഞതൊക്കെ ശരിയാ, എനിക്കെതിരെ നീ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ശരിയാ. ഇത് ഏറ്റെടുത്ത സമയം പിശാച് അവളെ വിട്ടുപോയി. ഈ പെങ്കൊച്ച് കരയാൻ തുടങ്ങി. സത്യമല്ല, അത് സത്യമല്ല, എൻ്റെ തെറ്റാണ്, എൻ്റെ അഹങ്കാരമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ സഹനങ്ങളെ സ്വീകരിക്കുമ്പോൾ പിശാച് തലതാഴ്ത്തി നമ്മുടെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോവും. കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ നമുക്ക് സഹനം വരുമ്പോൾ ഈ കുതറാത്ത സഹനമാണ് കുരിശ്, ഇടറാത്ത സഹനമാണ് കാൽവരി, പഴിക്കാത്ത സഹനമാണ് അമ്മയുടെ വ്യാകുല ഹൃദയം, എതിർക്കാത്ത സഹനമാണ് വ്യാകുല മാതാവ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്ക് ചേർന്ന് നിൽക്കാം. സ്വർഗം നിശ്ചയിച്ചിട്ടുള്ള, എനിക്കായി എൻ്റെ പിതാവ് കരുതി വെച്ചിട്ടുള്ള ദുഃഖത്തിൻ്റെ പാനപാത്രം എൻ്റെ കയ്യിലേക്ക് തന്നാൽ ഞാൻ ഹല്ലേലൂയ പാടിക്കൊണ്ട് അത് മുഴുവനും മുത്തിക്കുടിച്ചുകൊള്ളാമെന്ന് നമുക്ക് തമ്പുരാൻ്റെ അടുത്ത് വാഗ്ദാനം ചെയ്യാം. ബലമില്ലാതെ പോകരുത്, തമ്പുരാൻ നമ്മളെ കാക്കും. നമുക്ക് അവിടുത്തെ കൃപയിൽ ശരണപ്പെടാം. യഥാർത്ഥ മരിയഭക്തി 153, 154 നമ്പറുകൾ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പറയുന്നു, പരിശുദ്ധ മറിയത്തിൻ്റെ വിശ്വസ്ത ദാസർക്ക് കൂടുതൽ സഹിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ അവരോട് എതിർക്കുന്നു, ഇവരെ പീഡിപ്പിക്കുന്നു, അധിക്ഷേപിക്കുന്നു. അല്ലെങ്കിൽ അവർ സ്വർഗീയ വെൺമഞ്ഞിൻ്റെ ഒരു തുള്ളി പോലും ആസ്വദിക്കുവാൻ സാധിക്കാത്ത ആന്തരിക അന്ധകാരത്തിലും ആധ്യാത്മിക മരുഭൂമിയിലും തപ്പിത്തടയുന്നു. ഇവർ ഏറ്റവും അധികം അവഹേളിതരാകുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് മറുപടി. പരിശുദ്ധ കന്യകയുടെ ഏറ്റവും വിശ്വസ്ത ദാസന്മാർ അവൾക്ക് അത്യധികം പ്രിയപ്പെട്ടവരാണ് എന്നതാണ് പരമസത്യം. ആ കാരണത്താൽ അവളിൽ നിന്ന് ഏറ്റവും അധികം സ്വർഗീയ സഹായങ്ങളും ആനുകൂല്യങ്ങളും അവർ സ്വീകരിക്കുന്നുണ്ട്. അവ കുരിശുകളാണെന്ന് മാത്രം. കൂടുതൽ കുരിശുകൾ പ്രയാസം കൂടാതെ വഹിക്കുന്നതും അവയിൽ നിന്ന്
കൂടുതൽ യോഗ്യതയും മഹത്വവും സമ്പാദിക്കുന്നതും അവൾ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. മറിയത്തിന്റെ സ്തോത്രഗീതം. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിന്റെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന. മറിയമേ, നിത്യപിതാവിന്റെ പ്രിയപുത്രി സ്വസ്തി. പുത്രൻ തമ്പുരാന്റെ ഏറ്റവും പ്രശംസനീയയായ അമ്മേ സ്വസ്തി. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വിശ്വസ്തയായ മണവാട്ടിയെ സ്വസ്തി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയും എൻ്റെ സ്നേഹനാഥേ, എൻ്റെ അതിശക്തിയായ രാജ്ഞി, എൻ്റെ സന്തോഷമേ, എൻ്റെ മഹത്വമേ, എൻ്റെ ഹൃദയമേ, എൻ്റെ ആത്മാവേ, അങ്ങേക്ക് സ്വസ്തി. അങ്ങ് മുഴുവനും എൻ്റേതായത് കാരുണ്യത്താലാണല്ലോ. ഞാൻ പൂർണ്ണമായും അങ്ങയുടേതായതോ നീതിയാലും അത്രേ. പക്ഷേ ഇപ്പോഴും ഞാൻ പൂർണ്ണമായി അങ്ങയുടേതായി മാറിയിട്ടില്ല. എനിക്കോ മറ്റുള്ളവർക്കോ ആയി ഒന്നും മാറ്റിവെക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അമ്മയ്ക്കിപ്പോൾ തരുന്നു. അങ്ങയുടേതല്ലാതെ എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ കാണുന്നുവെങ്കിൽ അങ്ങ് അവയെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. എൻ്റേതായ എല്ലാറ്റിൻ്റെയും പരമാധികാരിയായ നാഥ, അങ്ങ് മാത്രമാകണമേ. ദൈവത്തിന് അഹിതമായി എന്നിലുള്ളവയെ നശിപ്പിക്കണമേ. വേരോടെ പിഴുതെറിഞ്ഞ് ഇല്ലാതാക്കണമേ. അങ്ങേക്ക് സന്തോഷം നൽകുന്നവയെ എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ. അങ്ങയുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചം എൻ്റെ മനസ്സിൻ്റെ അന്ധകാരത്തെ തൂത്തെറിയട്ടെ. അങ്ങയുടെ അഗാധമായ എളിമ എൻ്റെ അഹങ്കാരത്തെ നിർമ്മാർജ്ജനം ചെയ്യട്ടെ. എൻ്റെ അലഞ്ഞു നടക്കുന്ന ഭാവനയെയും അങ്ങയുടെ ധ്യാനലീനത നിയന്ത്രിക്കട്ടെ. അങ്ങയുടെ നിരന്തരമായ ദൈവദർശനം എൻ്റെ ഓർമ്മയെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ. എൻ്റെ മന്നോഷ്ണാവസ്ഥയെയും അങ്ങയുടെ ആളിക്കത്തുന്ന സ്നേഹം ജ്വലിപ്പിക്കട്ടെ. എൻ്റെ പാപത്തിൻ്റെ ഇടങ്ങളിൽ അങ്ങയുടെ പുണ്യങ്ങൾ സ്ഥാനം പിടിക്കട്ടെ. അങ്ങയുടെ പുണ്യങ്ങൾ മാത്രമായിരിക്കട്ടെ എൻ്റെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് ദൈവത്തിരുമുമ്പിലുള്ള എൻ്റെ അലങ്കാരങ്ങൾ. അവസാനമായി എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, അങ്ങേക്ക് സാധ്യമെങ്കിൽ യേശുവിനെയും അവിടുത്തെ തിരുഹിതത്തെയും അറിയുവാൻ അങ്ങയുടെ അരൂപിയല്ലാതെ മറ്റൊന്നും എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എനിക്ക് അങ്ങയുടെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവ് ഉണ്ടാകാതിരിക്കട്ടെ. പരിശുദ്ധവും ഊഷ്മളവുമായ സ്നേഹം കൊണ്ട് നിറഞ്ഞ അങ്ങയുടെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം ദൈവത്തെ സ്നേഹിക്കാൻ എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയപരമായ ഭക്തിയോ ആത്മീയ ആനന്ദങ്ങൾ പോലുമോ ഞാൻ ചോദിക്കുന്നില്ല. ദൈവത്തെ മുഖാഭിമുഖം കാണുകയും സ്വർഗീയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുക അങ്ങയുടെ അവകാശമാണല്ലോ. പുത്രൻ്റെ വലതുഭാഗത്ത് മഹത്വപൂർണയായി എഴുന്നള്ളി ഇരുന്നു കൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും പിശാചിൻ്റെയും മേൽ പരിപൂർണമായ ആധിപത്യം ഉറപ്പിക്കുക. അതും അങ്ങയുടെ അവകാശമാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ ദൈവത്തിന് എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുകയും അങ്ങയുടെ അവകാശം തന്നെ. ഇവയത്രേ ദൈവം അങ്ങേക്ക് തന്ന നല്ല ഭാഗം. അത്, ഓ സ്വർഗീയ മാതാവേ, അങ്ങിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല. ഈ ചിന്തയാൽ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു. ഐഹിക ജീവിതത്തിൽ
അങ്ങിൽ പ്രശോഭിച്ചവ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആത്മീയ സന്തോഷം കൂടാതെയുള്ള ആത്മാർത്ഥമായ വിശ്വാസം, മാനുഷിക സമാശ്വാസം തേടാതെ സന്തോഷപൂർവ്വം സഹനങ്ങൾ ഏറ്റെടുക്കുക, വിശ്വാസമന്യേ തന്നോട് തന്നെ മരിക്കുക, അങ്ങേക്ക് വേണ്ടി മരണം വരെ ഒരു വിനീത അടിമയെപ്പോലെ നിസ്വാർത്ഥമായും തീക്ഷ്ണമായും അധ്വാനിക്കുക. ഇവ മാത്രമേ ഞാൻ യാചിക്കുന്നുള്ളൂ. ഒരേ ഒരു അനുഗ്രഹമേ എനിക്ക് വേണ്ടൂ. അവിടുന്ന് ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തവയെല്ലാറ്റിനെയും ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അവിടുന്ന് സ്വർഗത്തിൽ ചെയ്യുന്നവയ്ക്കുമെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അവിടുന്ന് എൻ്റെ ആത്മാവിൽ ചെയ്യുന്നവയ്ക്കെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അങ്ങനെ ജീവിതകാലത്തിലും നിത്യത്വത്തിലും അങ്ങ് മാത്രം എന്നിൽ യേശുവിൻ്റെ പൂർണ്ണമായി മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമേൻ. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, സ്വർഗസ്വനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നിത്യപിതാവിന്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, മഹത്വത്തിന്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുക്കുമാരനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സ്നേഹത്തിന് ഏറ്റവും യോഗ്യനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സർവശക്തനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, വരാനിരിക്കുന്ന ലോകത്തിന്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ശ്രേഷ്ഠമായ ഉപദേശത്തിന്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും അനുസരണയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഹൃദയശാന്തതയും എളിമയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സമാധാനത്തിന്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ആയുസ്സിന് കാരണമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സകല പുണ്യങ്ങൾക്കും മാതൃകയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, പൂർവ്വപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, വേദസാക്ഷികൾക്ക് ശക്തി പകർന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, വന്ദകരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ, ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ, സകല പാപങ്ങളിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ കോപത്തിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ, പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ, മോഹാഗ്നിയിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ, എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ പിറവിയെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ ചേതനാചാരത്തെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പുകളെയും
ഉയർപ്പിനെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങേ ഉയർപ്പിനെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമാ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരാനിരിക്കുന്ന വിധി ദിവസത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ ഈശോയെ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹം നൽകണമേ. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. തുടയ്ക്കാൻ വരണേ, മുറിവുണക്കാൻ നീ വരണേ. ഭാരങ്ങളെല്ലാം തോളോടു ചേർക്കാൻ ആശ്വാസമായി നീ വരണേ. ഭാരങ്ങളെല്ലാം തോളോടു ചേർക്കാൻ ആശ്വാസമായി നീ വരണേ. ആരാധന 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 ആരാധന. ചേർത്ത് വെച്ച് നമുക്ക് ആരാധിക്കാം.
അലച്ചിലുകളും എൻ്റെ കൈപ്പേറിയ ഓർമ്മകളും എല്ലാം കർത്താവേ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി ദൈവമേ. ആരാധന യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവമേ, എൻ്റെ വേദനകളിൽ, എൻ്റെ വീഴ്ചകളിൽ, എൻ്റെ മുറിവുകളിൽ, എൻ്റെ ബലക്കുറവിൽ ദൈവമേ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ബലപ്പെടുത്തണമേ. മാലാഖമാരെ ഇറക്കണമേ. മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ ദൂതന്മാരിറങ്ങട്ടെ. ദൈവമേ, വലിയ ബലത്തിന്റെ സാന്നിധ്യം. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തമ്പുരാനെ, ഞാൻ എൻ്റെ ജീവിതം നിനക്ക് വേണ്ടി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലൂടെ സമർപ്പിക്കാനായി ഒരുങ്ങുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു വേദനയുണ്ട്, ഒരു ചഞ്ചലിപ്പുണ്ട്. ദൈവം കൂടെയുള്ള ഒരു വ്യക്തിയാണോ നീ എന്ന് മറ്റുള്ളവരെന്നോട് ചോദിക്കാറുണ്ട്. നിന്റെ ജീവിതത്തിനൊരു പുരോഗതി ഇല്ലല്ലോ എന്ന് മറ്റുള്ളവർ പുച്ഛിക്കാറുണ്ട്. ദൈവമേ, ഞാൻ തന്നെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നീ കൂടെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു ദുരവസ്ഥ എനിക്ക് വരുമോ? എൻ്റെ രോഗങ്ങൾ, എൻ്റെ ഒറ്റപ്പെടലുകൾ, എൻ്റെ പരാജയങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസിക പിരിമുറുക്കങ്ങൾ, ദൈവമേ നീ കൂടെ ഉണ്ടെങ്കിൽ നിനക്കതൊക്കെ നിസ്സാരമാണല്ലോ. നീ മരിച്ചവരെ ഉയർപ്പിച്ചവനല്ലേ, രോഗികളെ സുഖപ്പെടുത്തിയവനല്ലേ, അപ്പം വർദ്ധിപ്പിച്ചവനല്ലേ, എന്നിട്ട് എന്താ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാത്തത് എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ദൈവമേ, പലരും ദൈവം കൂടെയില്ലാത്ത വ്യക്തിയെന്ന്, നിർഭാഗ്യനായ വ്യക്തിയെന്ന്, ഒരു അനുഗ്രഹമില്ലാത്ത ജീവിതമെന്ന് എൻ്റെ ജീവിതത്തെ നോക്കി പറയുന്നതും തലയാട്ടുന്നതും ചിരിക്കുന്നതും മനസ്സിൽ പുച്ഛം വിചാരിക്കുന്നതും ഒക്കെ ഞാൻ വേദനയോടെയാണ് ദൈവമേ ഏറ്റത്. എൻ്റെ പ്രാർത്ഥനയിൽ കുറവ് വന്നിട്ടില്ല. ഞാൻ വിശ്വസിക്കുക തന്നെയാണ് ചെയ്തത്. എന്നിട്ടും ജീവിതത്തിലേക്ക് മരണത്തിലൂടെ, പെട്ടെന്നുണ്ടായ കഠിന രോഗത്തിലൂടെ എൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന, ഞാൻ മനസ്സിൽ അറിയുക പോലും ചെയ്യാതെ എൻ്റെ മേലെ കടന്നു വന്ന വലിയ ആരോപണത്തിലൂടെ, ഒരു കാരണവുമില്ലാതെ എന്നെ എൻ്റെ പ്രിയപ്പെട്ടവർ ഒറ്റപ്പെടുത്തുന്നതിലൂടെ, കുടുംബത്തിൽ ഞാൻ ഒറ്റപ്പെടുന്നതിലൂടെ, ദൈവമേ ഞാൻ ഏറെ ക്ഷീണിച്ചിരിക്കുന്നു, ഏറെ തളർന്നിരിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയും 24 വാക്യങ്ങൾ എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. God is my portion.
പ്രിയപ്പെട്ടവരെ, വാഗ്ദത്ത നാടിൽ നിന്ന് ഇസ്രായേൽ ജനത്തിനുള്ള കർത്താവിന്റെ അരുളപ്പാട്. ജോഷുവയോട് മണ്ണ് പകത്തു കൊടുക്കുവാൻ പറയുന്ന ദൈവം വലിയ പാടുവീടുകൾ സഹിച്ച് അടിമത്തത്തിന്റെ മണ്ണിൽ നിന്ന് വാഗ്ദാനത്തിന്റെ മണ്ണിലേക്ക് വന്നു. ഓരോ ഗോത്രത്തിനുമുള്ള ഓരോ പങ്ക് പകത്തു കൊടുക്കുമ്പോൾ ലേവിയുടെ ഗോത്രത്തെക്കുറിച്ച് തമ്പുരാൻ പറയുന്നു, ലേവിയരുടെ ഗോത്രത്തിന് നീ ഒന്നും കൊടുക്കരുത്. അവർക്ക് ഈ ഭൂമിയിൽ സ്വന്തമായി ഒരങ്കുലം മണ്ണ് പോലും ഉണ്ടാവുകയില്ല. കുടുംബമുള്ളവരാണ്. കർത്താവിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ലേവ്യരുടെ ഗോത്രത്തിന് കർത്താവ് മണ്ണ് കൊടുക്കുന്നില്ല. അവർ മറ്റുള്ളവരുടെ ദയവിനും കനിവിനും വേണ്ടി അവരുടെ മുമ്പിൽ എളിമപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ, കാഴ്ച വസ്തുക്കൾ ഭക്ഷിച്ച് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. കർത്താവ് പറഞ്ഞു, അവന് ഈ ഭൂമിയിൽ ഒരു സ്വത്തിന്റെ മേലും അവകാശമുണ്ടായിരിക്കുകയില്ല. കർത്താവാണ് അവരുടെ ഓഹരി. ദൈവമാണ് അവന്റെ ഓഹരി. ദൈവത്തെ തന്നെ തരാമെന്ന് പറഞ്ഞിട്ടും, ദൈവം ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം ദൈവത്തെ തന്നെയാണെന്ന് അറിഞ്ഞിട്ടും നമുക്ക് മണ്ണ് വേണം, സൗഭാഗ്യം വേണം. ഇവിടുത്തെ നൈമിഷികമായ നശ്വരമായ ചില സൗകര്യങ്ങളിൽ കുറവ് വരുമ്പോൾ നമ്മൾ പതറുന്നു, ഇടറുന്നു, ദൈവത്തെ പഴിക്കുന്നു, തള്ളിപ്പറയുന്നു. മകനെ, മകളെ, ശ്രദ്ധിക്കുക. ദൈവം നിന്നെ പരിശീലിപ്പിക്കുന്ന ദൈവമാണ്. പരിശുദ്ധ അമ്മയുടെ വിദ്യാലയം എന്നാൽ പരിശീലനത്തിന്റെ വിദ്യാലയമാണ്. പാപത്തിന്റെ പൂർണ്ണ വിടുതൽ സംഭവിക്കണമെങ്കിൽ സഹനം ആവശ്യമാണ്. സഹനത്തിന്റെ ചൂളയിൽ ഒരുക്കിയെടുത്താൽ മാത്രമേ വിശുദ്ധീകരണം സംഭവിക്കുകയുള്ളൂ. വിശുദ്ധർ പോലും ആത്മാവിന്റെ കൈപ്പേറിയ ദിനരാത്രങ്ങളിലൂടെ കടന്നുപോയി. നീണ്ട ദിനങ്ങൾ ദൈവം അടുത്തില്ല എന്നുള്ള അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ആത്മാവിന്റെ ഇരുണ്ട രാത്രികൾ. ഇന്നലെ വരെ സംസാരിച്ചിരുന്ന ദൈവം ഇന്ന് അടുത്തില്ല. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദൈവാനുഭവം ഇന്നില്ല. ഇന്നലെ വരെ ഉണ്ടായിരുന്ന താങ്ങിന്നില്ല. വീണ് കിടക്കുന്നു. വലിയ ഒറ്റപ്പെടൽ, അപമാനം. ആ സമയം സ്വർഗം മാറ്റുരച്ചു നോക്കുകയാണ്. ഈ പ്രതികൂലതയുടെ നടുവിലും എൻ്റെ ആത്മവിശുദ്ധീകരണത്തിനായി ഞാനിത് ഏറ്റെടുക്കാൻ തയ്യാറാണോ? പാപത്തിനെതിരെയുള്ള സമരത്തിൽ നിന്ന് നിങ്ങൾക്കിനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. എബ്രായർ 12:4. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ പറയും, എൻ്റെ തമ്പുരാൻ സഹിച്ചതുപോലെ ഞാനും സഹിച്ചു. വെറുതെ പോലും പറയരുതേ. തമ്പുരാൻ സഹിച്ചതുപോലെ ഇനി ഈ ഭൂമിയിൽ ആർക്കും സഹിക്കാൻ സാധ്യമല്ല. കാരണം ദൈവമായവൻ, ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതിരുന്നത് പോലുള്ളൊരു കഥയല്ല നമ്മുടെ കഥ. ഈ കാണുന്ന കല്ലിൽ നിന്ന് അബ്രാഹത്തിന്റെ സന്തതികളെ എനിക്കുണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ദൈവം വെറും വാക്ക് പറഞ്ഞതല്ല, അവൻ അതിനുള്ള കഴിവുള്ളവനാണ്. പ്രപഞ്ചത്തെ ഒരു നിമിഷം കൊണ്ട് സൃഷ്ടിച്ചവൻ, സ്നേഹത്തെ പ്രതി പരിശുദ്ധ കൂദാശയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതിൻ്റെ ഒരു നീണ്ട രക്ഷാകര പദ്ധതിയുടെ ചരിത്രം. ഉണ്ണിയായി പിറന്നതു മുതൽ അവനേറ്റ നിന്ദനങ്ങൾ, അമ്മയുടെ മാറുപറ്റി ഈജിപ്തിലേക്ക് ഇരുളിന്റെ മറപിടിച്ചോടിയ ഓട്ടമില്ലേ? യോസേപ്പ് പിതാവ് തച്ചപ്പണിക്കാരന്റെ മകൻ, നീ ആ തച്ചന്റെ മകനല്ലേ? എന്തിരുന്നിട്ടാ? ആ മേരിയല്ലേ നിന്റെ അമ്മ? നീ എന്തിരുന്നിട്ടാ? നീ ഏത് നാട്ടുകാരനാ? അവിടെ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? ഈശോയുടെ ജനനം വരെ സംശയിക്കപ്പെട്ടു. അവന്റെ വളർച്ചയിൽ അവന്റെ ബന്ധുക്കൾ പല ആവർത്തി
അവന് ഭ്രാന്തെന്ന് പറഞ്ഞ് അവനെ ബന്ധിക്കുന്നതിനായി കടന്നു വന്നു. ജനക്കൂട്ടം അവനെ ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി തള്ളിയിടാൻ നോക്കി. അവന് ഭ്രാന്താണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജനിച്ചതിലും വെച്ച് ഏറ്റവും വലിയ മനസ്സാന്നിധ്യമുള്ള ഒരു വ്യക്തിയെയാണ് ലോകം പറയുക ഇവന് ഭ്രാന്താണ് എന്ന്. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ സഹിച്ചതുപോലെ നമ്മൾ പറയരുത്. എന്നാലും യേശുക്രിസ്തുവിന്റെ സഹനങ്ങളോട് താതാത്മ്യപ്പെടുവാൻ ദൈവം അനുവദിക്കുന്നുണ്ട്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മത്തായി 16:24. പ്രിയപ്പെട്ടവരെ, എല്ലാ സഹനവും ശാപമല്ല, എല്ലാം പിശാചിന്റെ ബന്ധനമല്ല, എല്ലാ രോഗങ്ങളും എല്ലാ വേദനകളും പിശാച് തരുന്നതല്ല. ദൈവം അനുവദിക്കുന്നുണ്ട്. നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ജോലി കിട്ടാതെ കഴിയുന്ന ഒത്തിരി മക്കൾ പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെടുന്നുണ്ട്. ഒന്ന് തീർച്ചയായി പറയാം, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്ക്. ആദ്യം ദൈവത്തെ അന്വേഷിക്ക്. ഇനി ദൈവഹിതം സ്വീകരിക്കാനായി നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെടും. അപ്പോൾ ഈ ലോകത്തിന്റെ സുഖങ്ങളോ ജോലികളോ സൗകര്യങ്ങളോ, പൗലോസ് പറയുന്നത് പോലെ, ഗമാലിയേലിന്റെ കീഴെ ഇരുന്ന് നിയമം പഠിച്ചവൻ, യഹൂദനിൽ നിന്ന് ജനിച്ച യഹൂദൻ, ഇരട്ട പൗരത്വമുള്ളവൻ, അവൻ പറയുന്നതിനപ്പുറം ഒന്നില്ലാതിരിക്കുമ്പോൾ സകലത്തെയും അവൻ ഉച്ഛിഷ്ടം പോലെ കരുതി, യേശുവെ പ്രതി ഞാൻ എൻ്റെ സകല മേന്മകളെയും കഴിച്ച ഭക്ഷണത്തിന്റെ ഉച്ഛിഷ്ടം പോലെ കരുതുന്നു. എനിക്ക് ഒരു നിധി കിട്ടി, നിധി ഒളിഞ്ഞു കിടക്കുന്ന വയല് കിട്ടി. എൻ്റെ സകലതും അതിനുവേണ്ടി ഞാൻ ഇല്ലാണ്ടാക്കും. എൻ്റെ ആരോഗ്യമായിക്കോട്ടെ, എൻ്റെ സ്വത്തോ സ്വപ്നമോ, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പരിശ്രമങ്ങളോ ആയിക്കോട്ടെ, ഞാൻ വേണ്ടെന്ന് വയ്ക്കാൻ തയ്യാറാണ്. ദൈവം നമ്മളെ ബലപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. യെശയ്യാ പ്രവചനം 48:10-11. നമുക്ക് അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. നീ തകർന്നവനാണോ മകനേ? നീ തകർന്നവളാണോ മകളേ? ഞാൻ നിൻ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശു നായകൻ. ഹെബ്രായർ 10:36. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ദൈവമേ, എൻ്റെ സഹനത്തിൽ, പ്രതികൂലതയിൽ, വീഴ്ചയിൽ പലപ്പോഴും ദൈവം കൂടെയില്ല എന്ന് മറ്റുള്ളവർ പുച്ഛിക്കുമ്പോൾ, ദൈവമേ, നീ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം എൻ്റെ ആത്മാവിനെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ, ഞാൻ തളർന്നു പോകുന്നൊരു സ്വഭാവം എനിക്കുണ്ട്, ഞാൻ കരയുകയും പഴിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. ഈ സഹനത്തിൻ്റെ നടുവിലും സഹനം നേട്ടമാണെന്നും സഹനമില്ലാതിരിക്കുന്നത് നഷ്ടമാണെന്നും എൻ്റെ ആത്മാവിനെ പറഞ്ഞു പഠിപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. നീ രോഗിയാണോ മകനേ? തമ്പുരാൻ കൂടെയുണ്ട്. നീ രോഗിണിയാണോ മകളേ? നീണ്ട കാലത്തെ രോഗാവസ്ഥയിലൂടെ കടന്നു നീ രോഗിയാണോ മകനേ? കട്ടിലിൽ തളർന്നു കിടക്കുകയാകാം. നീ രോഗിണിയാണോ മകളേ? തമ്പുരാൻ നിന്റെ തൊട്ടരികിലുണ്ട്. ഞാൻ നിൻ രക്ഷകൻ, ദൈവമേ, സൗഖ്യദായകൻ, നിന്റെ വേദനയറിയുന്നവൻ
യേശു നായകൻ. നീ തകർന്നവനാണോ മകനേ? നിന്ദനങ്ങളിലും പ്രതികൂലതകളിലും മനുഷ്യർ നിങ്ങളെ അവഹേളിക്കും. ഞാൻ നിൻ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശു നായകൻ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10-12 തിരുവാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. തളരരുത്, ദൈവം കൂടെയുണ്ട്. നീ തകർന്നവനാണോ മകനേ? വലിയ ബലം കർത്താവ് ഇപ്പോൾ നീ തരികയാണ്. തകർന്നവളാണോ മകളേ? ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി ഞാൻ ആവരിക്കുന്നു. നിൻ രക്ഷകൻ, കർത്താവ് കരം നീട്ടുന്നു. നിന്റെ തകർച്ചകളിൽ നിന്റെ തകർന്ന അവസ്ഥയെ അവിടുന്ന് സ്പർശിക്കുന്നു. നന്മയായി മാറ്റുന്നവൻ വിശുദ്ധീകരണത്തിനായി. യേശു നായകൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകൾ മടക്കാം. നമ്മുടെ തകർച്ചയിൽ, വേദനയിൽ, പ്രതികൂലതയിൽ, ഒറ്റപ്പെടലിൽ, സങ്കടത്തിൽ, നമുക്ക് അകാരണമായി വന്നു ചേർന്നിട്ടുള്ള ദുഃഖങ്ങളുടെ എല്ലാം അവസ്ഥയിൽ തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. സഹിക്കുന്നവന്റെ ഒപ്പം തമ്പുരാനുണ്ട്. ഒരുപക്ഷേ ദൈവമില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സങ്കടത്തിന്റെ കയത്തിലേക്ക് ദൈവം അനുവദിച്ചേക്കാം. വിശുദ്ധരെല്ലാം അതിലൂടെ കടന്നുപോയിട്ടുണ്ട്. മൈ ലോർഡ്, മൈ ലോർഡ്, വൈ ഹാവ് യു ഫോർസേക്കൺ മീ? എൻ്റെ ദൈവമേ, ദൈവം പോലും കൈവിട്ടു എന്ന് തോന്നുന്ന ചില രാത്രികൾ, സങ്കടത്തിന്റെ ഉറക്കമില്ലാത്ത ദിനങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടാകാം. എങ്കിലും ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. നീ ദൈവവും ഞാൻ നിന്റെ സൃഷ്ടിയുമാകുന്നു. നീ വലിയവനും ഞാൻ ചെറിയവനുമാകുന്നു. നീയോ യജമാനനും ഞാൻ അടിമയുമാകുന്നു. നിനക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുക. എൻ്റെ സമർപ്പണം നീ സ്വീകരിക്കുക. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, എന്നേരവും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.